ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭദിനത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഭയത്തെക്കുറിച്ചും ആ ഭയം നമ്മെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന തളർച്ചയും തകർച്ചയും കുറിച്ചും അതിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കരുത്തെങ്ങനെ സമ്പാദിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയായിരുന്നു. ആ ചിന്ത കുറച്ചും കൂടെ തുടരണം എന്ന് ഒരുപാട് സംഭവങ്ങൾ എന്നോട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മെ വ്യക്തിപരമായതിനേക്കാൾ കൂടുതലായിട്ട് നമ്മെ ഒന്നാകെ സമൂഹത്തെ ഒന്നായ മനുഷ്യകുലത്തെ ഒന്നാകെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച്, നമ്മുടെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ നടന്നത് 60 കൊലപാതകങ്ങളാണ്. അത് ഒരു ദിവസം 1 എന്നൊരു തോത്, അതിലൊന്നിൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ വാർത്തയുടെ അടിക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പകുതിയിലധികവും ലഹരിക്ക് അടിപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ്. അതും ചെറുപ്പക്കാരാണ് ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നുമാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനെക്കുറിച്ച് വലിയ മാധ്യമ ചർച്ചകൾ ഒക്കെ നമ്മൾ കണ്ടു കാണും. ഒരുപാട് ഈ എക്സൈസ് വേട്ടകളും നമ്മൾ ശ്രദ്ധിച്ചാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ വേട്ടകളിലൊക്കെ പിടികൂടിയത് കഞ്ചാവ് ചുമക്കുന്നവർ, കഞ്ചാവ് കടത്തുന്നവരൊക്കെയാണ്. ഇതൊരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിരുന്നു കഞ്ചാവ്. അങ്ങനെ കഞ്ചാവിന് അടിപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന് കഞ്ചാവ് എന്ന ലഹരിയുടെ പേരിലൊന്നും അല്ല ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നത്. കഞ്ചാവൊന്നും ഇത്രയും ക്രൂരതയിലേക്കൊന്നും മനുഷ്യനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന എനിക്ക് ചരിത്രത്തിൽ പോലും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഞ്ചാവ് ഈ ഒരു വലിയ വേട്ട നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു പൊയ്മുഖം സൃഷ്ടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു വാർത്തകൾ ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ അടിവേര് ഉൾപ്പെടെ തകർക്കുന്ന ഈ മയക്ക് മരുന്നുണ്ട്. കഞ്ചാവ് അതിൽ പെടുന്നുണ്ടെങ്കിലും ഒരുപാട് മരുന്നുകൾ, സബ്സ്റ്റൻസസിൻ്റെ പേര് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അത് വായിക്കുമ്പോൾ അത് ഓർക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കായി ഒരുപാട് നല്ല കാര്യങ്ങൾ ഓർക്കാനുള്ളതുകൊണ്ട് പേരുകൾ ഓർത്ത് വെക്കേണ്ടെന്ന് വിചാരിച്ചു. സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണ്. അതാണ് നമ്മുടെ മിഠായിലൂടെ, അതുപോലെ കുഞ്ഞു പാനീയങ്ങളിലൂടെ അങ്ങനെ കുട്ടികളെ അവിടേക്കാണ് പോകുന്നത്. അതിനെ ആരും പിടിച്ചതായിട്ടോ ഒന്നും നമ്മൾ എങ്ങും വായിച്ചില്ല, വായിക്കുന്നുമില്ല, വായിക്കാൻ സാധിക്കില്ല. കാരണം അത് പിടിക്കാൻ സാധിക്കില്ല. കാരണം അതിനെ നിയന്ത്രിക്കുന്നത് വലിയ ലോബികളാണ്. ആ ലോബികളെ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചവർ ആരും അതിനകത്ത് വിജയിച്ചതായിട്ട് നമ്മളാരും എങ്ങും കണ്ടിട്ടുമില്ല. അത് ഒരു കാലഘട്ടത്തിൽ പഞ്ചാബിനെ കുറിച്ച് പറഞ്ഞിരുന്നു, നമ്മളത് വായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കേരളം അതിനേക്കാളും ഭീകരമായ സ്ഥിതിയിലാണ്, രാജ്യം അതിനേക്കാളും ഭീകരമായ സ്ഥിതിയിലാണ് എന്ന് നമ്മൾ മറക്കരുത്. ഈ കെമിക്കൽ ഡ്രഗ്സിൻ്റെ വ്യാപനത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപാരത്തിലാണ് ഒരുപാട് പണം ഉണ്ടാക്കുന്ന ആളുകൾ. ഈ കള്ളപ്പണത്തിൻ്റെ ഒരു വലിയ അടിവേരും അവിടെ തന്നെയാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു പൊയ്മുഖം അണിഞ്ഞ് നടക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ പൊയ്മുഖമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് ഈ ലഹരിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു കാരണം. നമ്മുടെ പൊതുസമൂഹത്തിലും നമ്മുടെ മതസമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നാം ധരിക്കുന്ന പൊയ്മുഖങ്ങൾ കണ്ടിട്ടാണ് ഈ മക്കൾ ഇതിലേക്കൊക്കെ പോകുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ജീവിതത്തിൻ്റെ പച്ചയായ മനുഷ്യനെ നമ്മൾ എങ്ങും അവതരിപ്പിക്കുന്നില്ല. ഈ നമ്മുടെ വയലാറ് രചിച്ച് ദേവരാജ മാഷ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഒരു ഗാനമുണ്ടല്ലോ, ഈ യുഗം കലിയുഗം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എല്ലാം പൊയ്മുഖം എന്ന് ആണ് അതിനകത്ത് 2ാമത്തെ വരി. ഈ പൊയ്മുഖങ്ങൾ അണിഞ്ഞു നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് ആണ് ഈ കുട്ടികൾക്ക് ഇതിനകത്തൊന്നും വിശ്വാസമില്ല. എവിടേക്കോ എന്നാൽ ഒരു പച്ചയായ മനുഷ്യനെ കാണാമെന്നുള്ള പ്രലോഭനത്തിൽ അവർ വീണു പോവുകയാണ്. ആ പ്രലോഭനത്തിലേക്കാണ് അവരിത് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. നമ്മുടെ കുട്ടികളല്ല, ഒരർത്ഥത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കൾ. അപ്പോൾ ഈ പച്ചയായ മനുഷ്യനെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പൊയ്മുഖങ്ങളില്ലാത്ത, അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങളും ധൂർത്തും കപടത്തെയും ഒന്നുമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനെ
നമുക്ക് അവതരിപ്പിക്കാൻ, നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ അവതരിപ്പിക്കാൻ സാധിച്ചാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അങ്ങനെയായ പച്ചയായ മനുഷ്യനാണ് ദൈവത്തിൻ്റെ പ്രതിരൂപം എന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ആ കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു സ്വാധീനവും അവർക്ക് ഈ മേഖലയിൽ ചെലുത്താൻ കഴിയുന്നില്ല. മനുഷ്യൻ്റെ മനസ്സിനെ നന്നാക്കുന്ന മേഖലയിലേക്ക്, മനസാക്ഷിയെ ഉണർത്തുന്ന മേഖലയിലേക്ക് വന്നു. കാരണം അവരും ഒരു പൊയ്മുഖത്തിലാണ്. അപ്പം മതസാംസ്കാരിക മേഖലകൾ പൊയ്മുഖങ്ങൾ അണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പച്ചയായ മനുഷ്യനെക്കുറിച്ചുള്ള ചിന്തകളെങ്കിലും തരുന്ന ഒരു ചിന്തകളെങ്കിലും നമ്മുടെ മനസാക്ഷി ഉണർത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്കിത് കേൾക്കുന്ന 10 പേർക്കെങ്കിലും പരിശ്രമിക്കാൻ സാധിച്ചാൽ അത് തന്നെ വിജയമായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.